സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയും കൂട്ടി വരുൺ ഷൂട്ടിംഗ് സ്ഥലത്തെത്തുന്നുണ്ട്. രാധികയുടെ ആദ്യത്തെ ഷൂട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. നായകനുമൊത്തുള്ള ഇൻറ്റിമേറ്റ് സീനാണ് രാധികയ്ക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. ഈ സമയം അതെല്ലാം കേൾക്കുന്ന വരുൺ വല്ലാതെ അങ്ങ് ടെൻഷനാകുവാണ്. രാധികയോട് അങ്ങനത്തെ സീനൊന്നും തനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്ന് ഡയറക്ടറോട് പറയാൻ പറയുവാണ് കേട്ടോ. എന്നാൽ രാധിക പറയുക, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഡയറക്ടർ പറയുന്നത് എന്താണെങ്കിലും ഞാൻ ചെയ്യും. വരുണിൻ്റെ മനസ്സിൽ തന്നോട് വെറുപ്പ് തോന്നണം, അതിനുവേണ്ടി എന്തു ചെയ്യാൻ തയ്യാറായി നിൽക്കുവാണ് രാധിക. രാധികയുടെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ വരുൺ. അങ്ങനെ രാധികയും റോഷും കൂടി അഭിനയിക്കുന്നത് കണ്ട് ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ വരുൺ തിരിഞ്ഞു നിൽക്കുവാണ്. അങ്ങനെ റോഷൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക പെട്ടെന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വരുണാണെന്ന് തോന്നുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള റൊമാൻറ്റിക് സീനൊക്കെ നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്ത് പോകുവാണ്. എല്ലാവരും രാധികയെ അഭിനന്ദിക്കുന്നൊക്കെയുണ്ട് കേട്ടോ. ഈ സമയം രാധിക അവിടെ ഇന്ന് ടെൻഷനോടുകൂടി ആലോചിക്കുക, വരുണിനെ മറക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും വരുണിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും എനിക്ക് വരുണിനെ മായ്ച്ചു കളയാൻ പറ്റില്ലേ, അങ്ങനെ പറഞ്ഞ ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് രാധിക. പിന്നീട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് രാധിക വരുണിൻ്റെ ഒപ്പം തിരിച്ചു പോകാൻ തുടങ്ങുക. ഈ സമയത്തായിരിക്കും രാധിക പറയുന്നത്, വരുൺ ഇവിടെ സ്റ്റുഡിയോയിൽ സിനിമയ്ക്ക് വേണ്ടി പാട്ട് പാടാനായിട്ട് ശ്യാമ മാഡം എത്തിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി ആരാധിക്കുന്ന ആളാണ് ശ്യാമ മാഡം. എനിക്ക് ആ ശ്യാമ മാഡത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കൊന്ന് സ്റ്റുഡിയോ വരെ പോയാലോ? മാഡം ഇപ്പോൾ അവിടെ ഉണ്ടാകുമല്ലോ. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമയിൽ ശ്യാമ മാഡത്തിൻ്റെ പാട്ട്, അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്നേരം വരുൺ പറയണേ, തനിക്ക് അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോയേക്കാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി മ്യൂസിക് സ്റ്റുഡിയോയിലേക്ക് പോകുവാണ്. ഇതേ സമയം ശ്യാമ അമൃതയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ ശ്യാമ ഒത്തിരി സന്തോഷത്തോടുകൂടി മനസ്സ് നിറഞ്ഞ് തൻ്റെ മോൾ അഭിനയിക്കുന്ന ആ സിനിമയ്ക്ക് വേണ്ടി ആ പാട്ട് മനോഹരമായിട്ട് പാടുവാണ്. അങ്ങനെ ശ്യാമയുടെ സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ വരുണിൻ്റെ അധികം കൂടി സ്റ്റുഡിയോയിൽ എത്തുന്നത്. അവരങ്ങനെ ശ്യാമയെ കാണാനായിട്ട് റെക്കോർഡിങ് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ അവർ രണ്ടാളും വന്നതറിഞ്ഞ് അമൃത അവരെ എങ്ങനെയൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് രാധികയും കൂട്ടി കളിമംഗലത്തേക്ക് തിരികെ വരുന്ന വരുണാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്നിറങ്ങുന്ന വരുണിനും രാധികയും കണ്ട സന്തോഷത്തോടു കൂടി പുറത്ത് തന്നെ നിൽക്കുമായിരിക്കും മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി രാധികയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ്. ഈ സമയം ഹോളിൽ നിൽക്കുന്ന കൽപ്പനയും ഉർവശിയും പ്രിയങ്കയ്ക്ക് രാധികയെ കാണുവാണ് കേട്ടോ. പ്രിയങ്കയെ സന്തോഷത്തോടു കൂടി തന്നെ രാധിക സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. മത്സരത്തിൽ ജയിക്കണമെങ്കിൽ രാധിക വേണമല്ലോ. ഈ സമയം കൽപ്പനയ്ക്കും ഉർവശിക്കും ഒരു കള്ളക്കളി മണക്കുവാണ് കേട്ടോ. പ്രിയങ്കയെ മത്സരത്തെ സഹായിക്കാനാണ് രാധിക വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുവാണ്. അന്നേരം കൽപ്പന ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും സിനിമയുടെ തിരക്കിലും അനിയത്തിയെ കാണാനായിട്ട് രാധിക ഇടയ്ക്കിടയ്ക്ക് ഓടി എത്തുന്നുണ്ടല്ലോ. ഈ സമയം പ്രിയങ്ക വേഗം തന്നെ രാധിക അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുവാണ് കേട്ടോ. അന്നേരം കൽപ്പന ഉർവശിയോട് പറയണേ, ഇപ്പം ഞാനും പ്രിയങ്കയും സമാസമാണ്. നാളത്തെ ഒരു ദിവസത്തെ മത്സരം, അതിൽ പ്രിയങ്ക ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല. നാളെ അവൾക്ക് വീണ്ടും പാചക മത്സരമല്ലേ. ആദ്യത്തെ പ്രാവശ്യം അവൾ തോറ്റത് കാരണോ ഇത്തവണ രാധിക ഇറക്കിയിരിക്കുന്നത്. രാധികയെ വെച്ച് അവൾ നാളത്തെ മത്സരത്തിൽ ജയിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നടക്കാൻ പാടില്ല. നാളത്തെ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കണം, പ്രിയങ്ക തോക്കണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. രാധിക നാളെ അടുക്കളയിൽ എത്തരുത്. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിൽ കിടന്നുറങ്ങുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം കൽപ്പനയും ഉർവശിയും കൂടി അങ്ങോട്ടേക്ക് വന്ന് രാധികയുടെ റൂമുണ്ടല്ലോ പുറത്ത് നിന്ന് താക്കോലിട്ടൊക്കെ പൂട്ടിക്കൊണ്ട് പോകുവാണ് കൽപ്പന. എന്നിട്ട് ഉർവശിയോട് പറയണേ, ചെറിയമ്മ നോക്കിക്കോ, ഇനി രാധിക എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്, അവൾ എങ്ങനെയാണ് പ്രിയങ്കയെ സഹായിക്കുന്നത്. നാളത്തെ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത് ഈ കൽപ്പന തന്നെയായിരിക്കും. അമ്മയുടെ കയ്യിൽ നിന്ന് ആ വിലമതിക്കാനാവാത്ത മാല വാങ്ങാൻ പോകുന്നത് ഈ കൽപ്പനയാണ്. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അവർ രണ്ടാളും അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് രാവിലെ പ്രിയങ്ക വേഗം തന്നെ എണീറ്റ് രാധികയുടെ റൂമിലേക്ക് വരുമ്പോഴായിരിക്കും കേട്ടോ ആ റൂം പുറത്തുനിന്ന് പൂട്ടിയതാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ തലക്ക് കൈയും കൊടുത്ത് നിൽക്കുകയാണ് പ്രിയങ്ക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്